ഒരൊറ്റ ചോദ്യം. ഒരേ സാഹചര്യത്തിൽ ഒരാൾ ശാന്തനായിട്ട് നിൽക്കുന്നു, മറ്റൊരാൾ നിയന്ത്രണം വിട്ട് പ്രതികരിക്കുന്നു. ഒരാൾ അവസരങ്ങൾ മാത്രം കാണുന്നു, മറ്റൊരാൾ പ്രശ്നങ്ങൾ മാത്രം കാണുന്നു. ഒരാളുടെ ജീവിതം മുഴുവൻ വളരുന്നു, മറ്റൊരാൾ വർഷങ്ങളോളം ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കുന്നു, അല്ലെങ്കിൽ പുറകോട്ട് പോകുന്നു. എന്തുകൊണ്ട്? അവർക്ക് ഒരേ ബ്രെയിനല്ലേ ഉള്ളത്? ഈ ചോദ്യത്തിന് ഉത്തരം അന്വേഷിച്ചപ്പോൾ ഇന്ത്യൻ ജ്ഞാന പാരമ്പര്യത്തിൽ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന ഒരു കൗതുകകരമായ ഒരു ആശയം ഞാൻ കണ്ടു. മനുഷ്യൻ്റെ ആന്തരിക ലോകം അതൊരു ഭാഗം മാത്രമല്ല, വ്യത്യസ്ത തലങ്ങൾ ചേർന്നാണ് അത് പ്രവർത്തിക്കുന്നത്. മനുഷ്യൻ്റെ ആന്തരിക ലോകം എന്ന് പറഞ്ഞാൽ അത് ഒരു ഭാഗമല്ല, വ്യത്യസ്ത പ്രവർത്തനങ്ങളുള്ള പല തലങ്ങൾ ചേർന്നിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. ചില ഗ്രന്ഥങ്ങൾ ഇതിനെ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നിങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഏറ്റവും പ്രായോഗികമായി ഉപയോഗിക്കാൻ കഴിയുന്ന 3 ഭാഗങ്ങൾ മാത്രം നോക്കാം. 1 മനസ്സ്, 2 ബുദ്ധി, 3 ശീലങ്ങൾ. ഇവ 3ഉം ചേർന്നാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദിശ തീരുമാനിക്കുന്നത്. ആദ്യം മനസ്സൊരു ചിന്താ ഫാക്ടറിയാണ്. ഓരോ ദിവസവും ആയിരക്കണക്കിന് ചിന്തകളും വികാരങ്ങളും ഓർമ്മകളും സാധ്യതകളും മനസ്സിലൂടെ കടന്നു പോകും. അതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ ആവേശം തോന്നുന്നത്, ചിലപ്പോൾ യാതൊരു കാരണമില്ലാത്ത ഒരു നിരാശയും തോന്നുന്നത്. മനസ്സ് എപ്പോഴും ചലനത്തിലാണ്, അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ വരുന്നത് ബുദ്ധിയാണ്. ബുദ്ധി എന്നത് ഒരു IQ എന്നുള്ളതല്ല. ഇവിടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ നിർത്തി ചിന്തിക്കാനുള്ള കഴിവ്, താരതമ്യം ചെയ്യാനുള്ള കഴിവ്, ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണ് എന്ന് തീരുമാനിക്കാനുള്ള കഴിവ്. മനസ്സ് പറയും ഇപ്പോൾ കോപിക്കൂ, ബുദ്ധി ചോദിക്കും ഇപ്പോൾ കോപിച്ചാൽ അതിൻ്റെ ഫലം എന്തായിരിക്കും. മനസ്സ് പറയും ഇത് പിന്നീട് ചെയ്യാം, ബുദ്ധി ചോദിക്കും പിന്നീട് ചെയ്താൽ ഞാൻ നഷ്ടപ്പെടുത്തുന്നത് എന്താണ്. അതുകൊണ്ടാണ് ബുദ്ധി ശക്തമാകുമ്പോൾ ജീവിത ഗുണനിലവാരം മാറാൻ തുടങ്ങുന്നത്. പക്ഷേ ഇവ രണ്ടിനേക്കാളും ശക്തമായ മറ്റൊരു സംവിധാനം നമ്മുടെ ഉള്ളിലുണ്ട്, അതാണ് ശീലങ്ങൾ. ഇവിടെ കൗതുകകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു കാർ ഓടിക്കുമ്പോൾ ഓരോ തവണയും ഗിയർ മാറ്റാൻ പ്രത്യേകം ആലോചിക്കാറുണ്ടോ? നടക്കുമ്പോൾ ഓരോ ചുവടും കണക്ക് കൂട്ടാറുണ്ടോ? സ്വന്തം പേര് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചിന്തിക്കേണ്ടി വരാറുണ്ടോ? ഇല്ലല്ലോ. കാരണം എന്താ വെച്ചാൽ അവ ശീലങ്ങളായിട്ട് മാറിക്കഴിഞ്ഞു. നമ്മുടെ തലച്ചോറ് ഒരു കാര്യത്തെ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ കഴിയുന്നത്ര കുറച്ച് ഊർജ്ജം മാത്രം ചിലവഴിച്ച് അത് ചെയ്യാൻ പഠിക്കുകയാണ്. ഇത് ഊർജ്ജം ലാഭിക്കാനുള്ള തലച്ചോറിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രവണതയാണ്. അതാണ് നല്ല ശീലങ്ങളെയും മോശം ശീലങ്ങളെയും ഒരുപോലെ ശക്തമാക്കുന്നത്. ഇവിടെയാണ് പലരും ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റ്. ജീവിതം മാറാൻ അവർ മനസ്സിനെ പ്രചോദിപ്പിക്കും, പക്ഷേ ശീലങ്ങളെ മാറ്റില്ല. ഒരു ദിവസം പ്രചോദനം ഉണ്ടാവും, മറു ദിവസം അത് കുറയും. കാരണം പ്രചോദനം എന്ന് പറഞ്ഞാൽ, മോട്ടിവേഷൻ എന്ന് പറഞ്ഞൊരു വികാരം, ശീലം എന്ന് പറഞ്ഞാൽ സംവിധാനമാണ്. വികാരങ്ങൾ മാറും, സംവിധാനങ്ങളാണ് തുടരുന്നത്. അതിനാലാണ് ചിലർ പറയുന്നത് എനിക്ക് വലിയ മോട്ടിവേഷൻ ഉണ്ടായിരുന്നു, പക്ഷേ അത് 2 ആഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ. പ്രശ്നം മോട്ടിവേഷനിലല്ല, ജീവിതം എപ്പോഴും പഴയ ശീലങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്നുള്ളതാണ്. ഇന്നത്തെ പെരുമാറ്റ ശാസ്ത്രവും ഇതേ ദിശയിലാണ് ചൂണ്ടിക്കാണിക്കേണ്ടത്. മനുഷ്യരുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ വലിയൊരു പങ്ക് ഓരോ നിമിഷവും ബോധപൂർവമായ തീരുമാനങ്ങളിലല്ല, പലതും മുമ്പ് രൂപപ്പെട്ട ശീലങ്ങളുടെ സ്വാധീനത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ജീവിതം മാറ്റാനുള്ള തുടക്കം മനസ്സിനെ ഒരിക്കലും ആവശ്യപ്പെടുത്തുന്നതല്ല. അതുകൊണ്ട് ജീവിതം മാറ്റാനുള്ള തുടക്കം എന്ന് പറഞ്ഞാൽ അത് മനസ്സിലിങ്ങനെ മോട്ടിവേഷൻ കൊടുക്കുന്നതിൻ്റെ കാര്യമുള്ളത്. ശീലങ്ങളെ പതുക്കെ മാറ്റണം. ഇന്ന് ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കാം. നിങ്ങൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്നൊരു നിമിഷം മനസ്സിൽ ചോദിക്കുക, ഇത് ഞാനിപ്പോൾ ബോധപൂർവം തിരഞ്ഞെടുക്കുന്നതാണോ അതോ ഞാൻ അറിയാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശീലമാണോ? അതിന് ഉത്തരം തേടേണ്ട, ആ ഒരു ചോദ്യം മാത്രം ഒന്ന് ചോദിക്കുക. കാരണം ശ്രദ്ധ എത്തുന്നിടത്താണ് മാറ്റം ആരംഭിക്കുന്നത്. വർഷങ്ങളായി ആളുകളോടൊപ്പം പ്രവർത്തിക്കുമ്പോൾ ഞാൻ കണ്ട ഒരു സത്യം ഇതാ: മനസ്സിനെ മാത്രം മാറ്റാൻ ശ്രമിച്ചവർ പലപ്പോഴും പഴയ ജീവിതത്തിലേക്ക് തന്നെ തിരികെ പോയി. പക്ഷേ സ്വന്തം ശീലങ്ങളെയും പ്രതികരണങ്ങളെയും മനസ്സിലാക്കി ഓരോ വ്യക്തിക്കും യോജിച്ച രീതിയിൽ പരിശീലനം ലഭിച്ചവർക്ക് മാറ്റം കൂടുതൽ സ്ഥിരതയുള്ളതായി മാറി. അടുത്ത എപ്പിസോഡിൽ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ വിഭവത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അത് പൈസയല്ല, പണമല്ല, സമയം, അതുമല്ല, ശ്രദ്ധ. എന്തുകൊണ്ടാണ് ഇന്ത്യൻ ജ്ഞാന പാരമ്പര്യവും ആധുനിക ന്യൂറോ സയൻസും വ്യത്യസ്ത ഭാഷകൾ സംസാരിച്ചും ശ്രദ്ധയുടെ ശക്തിക്ക് ഇത്രമാത്രം പ്രാധാന്യം നൽകുന്നത്? ആ ഒരു കാര്യം മനസ്സിലായാൽ നിങ്ങളുടെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നതെന്ന് പ്രവചിക്കാനും ആവശ്യമെങ്കിൽ അതിൻ്റെ ദിശ മാറ്റാനും നിങ്ങൾക്ക് കഴിയും.